9th ബേസിലാണുള്ളത്. 9th ബേസ് മാത്രമല്ല നമ്മുടെ ഹോസ്റ്റലും കോളേജും എല്ലാം എവിടെയാണുള്ളത്. എല്ലാം ഇവിടെ ഉണ്ട്. ഹായ്, ഐ ആം ഗൗരി. ഐ ആം അതുൽ രാജ്. ഞങ്ങൾ സെക്കൻഡ് ഇയർ 4th സെമ്മിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്നതാണ്. 1 ഇയർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതെ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിലെ പുള്ളിയെ പരിചയമുണ്ടാടാ? പരിചയമില്ല, പക്ഷെ എവിടെ കണ്ടിട്ടുണ്ട്. എന്തോ വലിയ പുള്ളിയാണ്, അതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് സീനിയർ അല്ലോ. സീനിയറാ പോടാ. നമ്മള് പുള്ളിനെ കുറിച്ച് പഠിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഫിലോസഫി അല്ലേ? പക്ഷെ കൂടുതൽ അറിയാൻ ഉസ്ബെക്കാരനോട് ചോദിക്കാം. ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. നമ്മളെ ദിശ മാറിപ്പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ഇൻസൈഡ് യൂണിവേഴ്സിറ്റിയുടെ ഇൻസൈഡിലാണുള്ളത്. നമുക്ക് കാണാൻ പറ്റും കുറെ പെയിന്റിങ്സ് ഒക്കെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗായ്സ്, ഇതാണ് കോളേജിന്റെ സെന്റർ പോർഷൻസ്. നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ചില്ല് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അടുത്തത് വന്നിട്ടെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് പെയിന്റിങ്സ് ആണ്. ഞങ്ങളുടെ കോളേജിൽ ഒരുപാട് പെയിന്റിങ്സ് ഉണ്ട്. അതാണ് അതിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഇത് ഒരുപാടുണ്ട്. ഇത് ഉസ്ബെക്കിലെ പിള്ളേർക്ക് വേണ്ടി ചെയ്തതാണ്. എനിക്കത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ ഇനി സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇത് സെക്കൻഡ് ഫ്ലോറിൻ്റെ പോർഷനാണ്. സൈഡിൽ എവിടെയും പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതാണ് ഞാൻ അതിൻ്റെ അടുത്ത് പറയുക ചിരിച്ചത്. കണ്ടോ, ആ സൈഡിലായിട്ടൊക്കെ പെയിൻറ്റിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ക്ലാസ് റൂമാണ്. ലോക്ക്ഡ് ആണ്, പക്ഷേ സ്റ്റാഫ് അങ്ങോട്ട് ഇറങ്ങിപ്പോയോളൂ. ഞങ്ങൾ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് അകത്തോട്ട് കയറുന്നത്. 15 സ്റ്റുഡൻസിന് അപ്രോക്സ് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് റൂമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രൂപ്പിൽ 15 സ്റ്റുഡൻസിന് ഇരിക്കാം. പിന്നെ ഡെക്കോവേഴ്സ് ഉണ്ട്, അതുപോലെ കുറേ ഫയൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജേർണൽസ് ആണ്, ജേർണൽസ് സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫ്ലോറിലെ സ്പോർട്സ് റൂം വരുന്നത്. കയറി ചെല്ലുമ്പോഴേ തന്നെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അവിടെ നിന്ന് ഷട്ടിൽ വോളിബോളൊക്കെ കളിക്കുന്നുണ്ട്. കാരണം ഫ്രീ ടൈം പോലും നല്ലപോലെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിവിശാലമായ ഒരു സ്പോർട്സ് റൂം തന്നെയാണ് നമുക്ക് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ. ഇവിടെ കണ്ടോ, ഒരു സൈഡിൽ പിള്ളേർ ഷട്ടിൽ കളിക്കുന്നുണ്ട്, അപ്പുറത്ത് വോളിബോൾ കളിക്കുന്നുണ്ട്. ഇതിന്റെ സൈഡിൽ തന്നെ ഡ്രസ്സിംഗ് റൂമും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിനെ കിട്ടിയിട്ടുണ്ട്. കന്യാകുമാരി പേരെന്താ? അശ്മിൻ. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? പിന്നെ பக்கத்துல காலேஜ் அட்மாஸ்பியர் எல்லாம் பண்ணுவாங்க. கொஞ்சம் உஸ்பெக் டீச்சர்ஸ், கொஞ்சம் இந்தியன் டீச்சர்ஸ். உஸ்பெக் டீச்சர்ஸ் நடத்துறதெல்லாம் பண்ணுவாங்க, இந்தியன் டீச்சர்ஸும் பண்ணலாம். நடத்தியதெல்லாம் ஒன்றும் இல்லை. ஸ்போர்ட்ஸும் விளையாடுறதுக்கு வசதி உண்டு இங்கே ஹாஸ்டல் பக்கத்தில். உஸ்பெக் பீப்புள்ஸ் ഒക്കെ எப்படி? உஸ்பெக் ഫ്രണ്ട്ലി നേച്ചർ, நல்ல ஃப்ரெண்ட்லி. ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ബെറ്റർ അല്ലേ? ക്ലാസ് എല്ലാം അടിപൊളിയല്ലേ? ക്ലാസ് എല്ലാം ഓക്കെ, താങ്ക് യു. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ലെക്ചർ ക്ലാസ്സസ്. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നതായാലും നമുക്ക് കംഫോർട്ടും അതാണ്. അല്ലാതെ റഷ്യനിലോ ഉസ്ബെക്കിലോ അല്ല ക്ലാസ് എടുക്കുന്നത്. പക്ഷേ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാര്യം ഇവിടെ ഇന്റേൺഷിപ്പ് ഉണ്ട്, നമുക്ക് പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നമുക്ക് ആ ലാംഗ്വേജ് ആവശ്യമുണ്ട്. റഷ്യൻ ആയാലും അത് ഭയങ്കര യൂസാണ്. കാര്യം റഷ്യൻ ഉള്ള പീപ്പിൾസ് ഇവിടെ ഒരുപാട് പേരുണ്ട്. പിന്നെ മറ്റേ കുട്ടി പറഞ്ഞ പോലെ അവർക്ക് ഭയങ്കര കംഫോർട്ടാണ്. മീൻസ് യൂണിവേഴ്സിറ്റിയും ഹോസ്റ്റലും അപ്പുറത്തിപ്പുറത്തുമാണ്. 2 മിനിറ്റ് വാക്കേ ഉള്ളൂ. അത്രയും അടുത്തായിട്ടാണ് ഈ പുതിയ യൂണിവേഴ്സിറ്റിയും ഹോസ്റ്റലും വരുന്നത്. അത് മാത്രമല്ല, അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൗണ്ടും ഔട്ട്സൈഡിലും ഇൻസൈഡ് കോളേജിൽ ഇൻസൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡിൽ നമ്മളിപ്പോൾ കണ്ടു അവർ കുറച്ച് ഫ്രീ ടൈം ഇവിടെ സ്പോർട്സ് ഡേ ഉണ്ട്, ഓരോ ഡേ ഉണ്ട്. പിന്നെ കോമ്പറ്റീഷൻസ് ഉണ്ട്, സ്പോർട്സിന്റെ കോമ്പറ്റീഷൻ തന്നെ ഉണ്ട്.
പല കോമ്പറ്റീഷൻ, വീഡിയോ കോമ്പറ്റീഷൻ ഉണ്ട്, വീഡിയോ ഫോട്ടോഗ്രാഫിയുടെ കോമ്പറ്റീഷൻ ഉണ്ട്. സ്റ്റുഡൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര അവര് ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ വരുന്ന സാർമാര് മീൻസ് ഡീൻസ് ഒക്കെ ഉസ്ബക്ക് ആണെങ്കിലും അവർ ഭയങ്കര കാമായിട്ടുള്ള ഒരു സംസാരമാണ്. അപ്രോച്ച് ചെയ്തത് അവർക്കും ഇംഗ്ലീഷ് അറിയാം കേട്ടോ. അവർ നല്ല രീതിയിലാണ് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നത് അവർ. അത് മാത്രമല്ല നമുക്ക് ഇപ്പം ഒരു 10 ഡേയ്സിൻ്റെ അവധി വന്നാലും നമുക്ക് ഇന്റേൺഷിപ്പ് ഇടും, ഓരോരോ ഫാക്കൽറ്റിയിലോട്ട് നമുക്ക് വിടും. മീൻസ് ഇപ്പം അവന് തന്നെ കാർഡിയോളജി ഇട്ടേക്കുന്ന അങ്ങനെ ഓരോ ഇല്ല, എനിക്ക് ഇനി വരും. കാര്യം ഞങ്ങൾ 16 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 16 ഗ്രൂപ്പിലെ പിള്ളേർക്ക് ഓരോരോ ഹോസ്പിറ്റലിലാണ് ഇടുന്നത്. അപ്പോൾ 16 ഗ്രൂപ്പിൽ 15 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 14 സ്റ്റുഡൻസ് വെച്ച് ഉള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ 8 ഗ്രൂപ്പ്സ് ഇട്ടിട്ട് അടുത്ത 8 ഗ്രൂപ്പ്സിന് ഒരുമിച്ച് അടുത്ത ഒരു ബാച്ച് ആയിട്ടാണ് ഇടുന്നത്. സോ ഇനിയിപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് തോന്നുന്നു ഫെബ്രുവരി ഇൻടേക്ക് കാണും. ഇപ്പോൾ നീറ്റ് എഴുതി കിട്ടാത്തവരായാലും നാട്ടിലെ കോളേജിലെ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരായാലും എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. അതും ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ പറയുന്നുണ്ട്. കാര്യം ഇന്ത്യൻ ഫാക്കൽറ്റിയിൽ സൗത്ത് ഇന്ത്യൻസിൽ തന്നെ എത്ര പേര് കാണും? ഏകദേശം ഒരു 60% സൗത്ത് ഇന്ത്യൻസ് ആണ് തോന്നുന്നു. 60% സൗത്ത് ഇന്ത്യൻസ് ആണ്. നോർത്ത് ഇന്ത്യൻസ് ഇല്ല എന്നല്ല, ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ മീൻ അധികം കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം ഇവിടെ മീൻ അധികം കിട്ടില്ല. മീൻ എന്ന് പറയാൻ ഇവിടെ ഓഷൻ ഇല്ല കേട്ടോ. ഈ കൺട്രിയിൽ ഓഷൻ ഇല്ലാത്തതുകൊണ്ട് ലാൻഡ് ലോക്ക്ഡ് കൺട്രി, ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. 4 സൈഡും ലോക്കാണ്. അപ്പം ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ മീറ്റ്സ് കിട്ടും കേട്ടോ. എല്ലാ ടൈപ്പ് മീറ്റ്സ് കിട്ടും. ആട് കിട്ടും, നമ്മുടെ മട്ടൺ കിട്ടും, ബീഫ് കിട്ടും, കുതിര കിട്ടും. കഴിച്ചിട്ടുണ്ടോ? എനിക്കിഷ്ടമല്ലാത്ത ഞാൻ കഴിച്ചിട്ടില്ല. കുതിര കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ ചെന്ന് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സാധനങ്ങളും. പക്ഷേ ക്യാബേജ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് നല്ല ചീപ്പിനായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മെസ്സിൽ നിന്ന് വീക്കിലി 2 ടൈംസ് 1 ഡേ സൺഡേ എന്ന് പറഞ്ഞാൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി വെജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെനസ്ഡേ ചിക്കൻ കറിയും ചപ്പാത്തിയാണ്. പിന്നെ ഫ്രൈഡേ എഗ് ആണ്. ഒരാൾക്ക് 2 എഗ് വെച്ച് കിട്ടും കേട്ടോ, 2. പിന്നെ വെജ് ഡേ ഉണ്ട്, പനീർ തരുന്ന ദിവസം ഉണ്ട്. അത്യാവശ്യം നല്ലതാണ് കേട്ടോ, കൊള്ളത്തില്ലെന്നും പറയാൻ പറ്റില്ല. ഗുലാബ് ജാം കിട്ടും കേട്ടോ. ഇന്നലെ ഞങ്ങൾക്ക് ഗുലാബ് ജാം കിട്ടിയായിരുന്നു. അതിന്റെ ഫംഗ്ഷനും ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ എല്ലാ ഫംഗ്ഷനും, ഇന്ത്യയിലെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതിവിടെയും നമുക്ക് അതുപോലെ ആഘോഷിക്കാൻ പറ്റും. അത് നമ്മുടെ ഡീനായാലും നമ്മുടെ അഭിഷേക് സാറായാലും നിമ്മത് സാറായാലും എല്ലാവരും പ്രൊവൈഡ് ചെയ്ത് നമുക്ക് എല്ലാം തരുന്നുണ്ടടാ. നമുക്ക് സങ്കടം തോന്നൂല, അയ്യോ ഇന്ത്യയിൽ അവരെല്ലാവരും ആഘോഷിക്കുകയാണ് ഞങ്ങൾക്ക് മാത്രം ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ ഓണം ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ഇവിടുത്തെ സീസണിന്റെ കാര്യം സമ്മർ നല്ല ചൂടാണ്. വിന്റർ ഏകദേശം നവംബറിൽ തുടങ്ങി മാർച്ച് വരെ കാണും. അതിന്റെ ഇടയിൽ സ്നോ വരും, സ്നോഫാൾ ഉണ്ട്, പിന്നെ നല്ല തണുപ്പാണ്. അപ്പൊ നമ്മള് ജാക്കറ്റ് കാര്യങ്ങള് എക്സ്ട്രീമായിട്ടൊരു -10-14 വരെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിന് കൂടുതൽ വന്നിട്ടില്ല. ഞങ്ങള് അത്ര പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. റഷ്യയൊക്കെ -30 വരെ പോയതൊക്കെ വരെ പോയി. ഇതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീറ്റിന്റെ കാര്യമാണ്. ഈ ഇടയ്ക്ക് സ്കാം പോലെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം എനിക്കായാലും ഞാൻ നീറ്റ് എഴുതി ക്വാളിഫൈഡ് ആയ ഒരാളാണ്. പക്ഷേ നമുക്ക് അത്ര ഒരു മാർക്ക് കിട്ടിയാൽ അവിടെ സീറ്റ് കിട്ടുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു എനിക്ക് MBBS തന്നെ ആവണം, എനിക്ക് എൻ്റെ പാഷനായിരുന്നു, എനിക്കൊരു ഡോക്ടർ ആവണമെന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനായിരുന്നു. പക്ഷെ പറ്റൂല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീലിങ്സ് ഭയങ്കര സങ്കടം, നമ്മൾ ബാക്കിലോട്ട് ഡീമോട്ടിവേറ്റ് ആവും. പക്ഷെ ആവരുത്. നമുക്ക് ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല യൂണിവേഴ്സിറ്റിയാണ്. അതിലൊരു യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ തിരഞ്ഞെടുത്ത ഫെർഗാന യൂണിവേഴ്സിറ്റിയാണ്. അത് പക്ഷേ എനിക്ക് ഒരിക്കലും തെറ്റിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 6th ഇയർ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇവിടുത്തെ ലൈസൻസ് കിട്ടും. എന്ന് വെച്ചാൽ ഉസ്ബെക്കിസ്ഥാനിലെ ലൈസൻസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, കംഫോർട്ട് അതായിരിക്കാം. 6th ഇയർ നമ്മളിവിടെ നിൽക്കുമ്പം നമ്മളിവിടെ ആയിട്ട് നല്ലപോലെ
നമുക്ക് ഇവിടുത്തെ പീപ്പിൾസ് ആയാലും നമ്മൾ ഒരുപാട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ലാംഗ്വേജിന് നല്ല സെറ്റപ്പ് ആയിരിക്കും നമുക്ക്. സോ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാലും ഒരു പേഷ്യൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര കംഫോർട്ടായിരിക്കും. ഇവിടുത്തെ ഉസ്ബെക്ക് പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്ത് സ്കീ എന്ന് പറഞ്ഞ് ഓടി വരും. അത് പറയാനുണ്ട്, ഇന്ത്യൻസിന് ഇവിടെ ഒരു പ്രത്യേക ഒരു നരേന്ദ്രമോദി എന്നും പറഞ്ഞിട്ട് ഷാരൂഖ്, ശില്പ ഷെട്ടി തുടങ്ങി എല്ലാ സിനിമ വരെ കണ്ടിട്ടുണ്ട്. അവര് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതെല്ലാം കണ്ടിട്ടിരുന്ന് നമ്മള് ഇപ്പൊ ക്യാബിൽ പോവുകയാണെങ്കിലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ടൊക്കെ വെക്കുമ്പോൾ അവരും അതിന്റെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യാണ്. ഭയങ്കര കംഫർട്ടാണ് കേട്ടോ നമുക്ക്. ഗൈസ് പെട്ടെന്ന് നോക്കിയപ്പോൾ ഗൗരിയെ കാണുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉസ്ബെക്ക് സ്റ്റുഡൻസിന്റെ ഇടയിൽ കയറി ഇരിക്കുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി ആ മാമിനെ കണ്ടു. അപ്പോൾ അവര് ഹായ് ഒക്കെ കാണിച്ചു. നല്ല ഫ്രണ്ട്ലി പീപ്പിൾസ് ആണ്. വേണ്ടിരിക്കുന്നു ഗൗരി. ഹായ് അവള് ഹായ് തന്നു. പിന്നെ ഈ പുള്ളിക്ക് ഹായ് കാണിക്കാൻ കുറച്ച് മടിയായിരുന്നു. എന്നാലും വിളിച്ച് ഞങ്ങൾ കാണിപ്പിക്കും, മര്യാദയാണ്. അപ്പൊ നമ്മുടെ രാജകീയമായ മെസ്സല്ലേ, ഇത്രയും വലിയ കോളേജിൽ ഇത്രയും വലിയ മെസ്സിലെയും ഭയങ്കര നടക്കരുത്. ഇത്രയും വലിയ മെസ്സാണ് കേട്ടോ. ഞങ്ങളൊരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ കണ്ടോ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കോളേജിന്റെ ഔട്ടർ വ്യൂ. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്. നിങ്ങളുടെ കോളേജ് ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ തന്നെ നോക്കും, നല്ല ഭംഗിയല്ലേ, ഭയങ്കര കാംനെസ് ആണ്. പിന്നെ തൊട്ടടുത്തായിട്ട് ഇതുകൊണ്ട് അതാണ് ആംഫി തിയേറ്റർ. ഇവിടെയാണ് ഫങ്ഷൻസ് ആയാലും സെലിബ്രേഷൻസ് ആയാലും എല്ലാം ഇവിടെ വെച്ചാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിള്ളേർക്ക് ഇരിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് അവർ കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് എൻ്റെ സൈഡിലായിട്ടുണ്ട്, ഫ്രണ്ടിലായിട്ടുണ്ട് കേട്ടോ. സൈഡിൽ റൗണ്ട് ആയിട്ടാണ് വരുന്നത്. ബാക്ക് സൈഡ് പുറകിലാണ് നമ്മുടെ 9th വയസ്സ് ഹോസ്റ്റലിൽ വരുന്നത്. പൈൻ മരമൊക്കെ കൊണ്ട് നിറഞ്ഞ് ഫ്രണ്ടൊന്നും കാണാൻ വയ്യ. നല്ലൊരു ആംബിയൻസ് ആണ് അത് കൊടുക്കുന്നത്. പിന്നെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വലിയ ഗ്രൗണ്ട് കാണാൻ പറ്റും. ഫുട്ബോളും ബാസ്കറ്റ് ബോളും നമുക്കെല്ലാം കളിക്കാം, എല്ലാം പിള്ളേരെല്ലാം കളിക്കും. ഇത് ഈ സൈഡിലായിട്ടാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്റ്റേജ് വരുന്ന. ഇത് വൈഡ് വ്യൂ ആണ് കേട്ടോ. ഇത്രയും വലിയ ഗ്രൗണ്ടാണ്, അതിനാണ് നിങ്ങൾ ഈ വൈഡ് തന്നെ എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ കോളേജ്. അപ്പം ഇത് ഹോസ്റ്റല്, ഇത് കോളേജ്. ഒരു 2 മിനിറ്റ്സിന്റെ വാക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് പോർഷനാണ്. ഒരു സൈഡ് പോർഷനായിട്ട് വോളിബോൾ കളിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് പേര് കൊച്ചു വർത്താനൊക്കെ പറയുന്നുണ്ട്. അതെ, കൊച്ചി രഹസ്യങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ചില്ല് ചെയ്യുവാണ്. പിന്നെ ഇത് കോളേജിന്റെ ഹോസ്റ്റലിന്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ പോർഷൻ വരുന്നത്. അവര് ചില്ല് ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട്. ക്യാമറ കണ്ട് കുറെ പേര് മുഖമൊക്കെ പുത്തുന്നുണ്ട്. പിന്നെ ഇത് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു സൈഡാണ് കേട്ടോ. അപ്പുറത്ത് ഷട്ടില്, ബാസ്കറ്റ് ബോൾ ഒക്കെ കളിക്കാം, വോളിബോള്, ക്രിക്കറ്റ് കളിക്കും കേട്ടോ. ഇവിടെ ഇടയ്ക്ക് ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ 9th ബേസ് ഇതാണ്. അകത്തോട്ട് പോവാം. അതാണ് എപ്പോഴും നമ്മുടെ കോളേജിന്റെ ഇൻസൈഡ് മാത്രം കണ്ട പോലെ ഹോസ്റ്റലിന്റെ കാണണം. ഹോസ്റ്റൽ എന്താണെന്ന് അറിയണം, പിള്ളേരെല്ലാം കാണണം. പോകുന്ന വഴി വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പൈൻ മരത്തിന്റെ ഇടയിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വഴിയല്ലേ. അപ്പം ഇതാണ് ഫ്രണ്ട് സൈഡ്. കലാപിലാർ എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് എന്നാണ് ഇവിടുത്തെ അർത്ഥം. സ്റ്റുഡൻസ് ആണ്. നമുക്ക് അകത്ത് കയറാം. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ കുറവാണ്, കാരണം ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റഡി റൂം ഒക്കെ ലോക്ക്ഡ് ആയിരിക്കും. ഫസ്റ്റ് ഫ്ലോർ തൊട്ട് 4th ഫ്ലോർ വരെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ മെയിൻ ആയിട്ട് സ്റ്റാഫ് ആയിരിക്കും, ടീച്ചിങ് സ്റ്റാഫ് ആയിരിക്കും. അവിടെ തന്നെ കിച്ചണും ഉണ്ട് കേട്ടോ. ഓരോ ഫ്ലോറിലും കിച്ചൺസ് ഉണ്ട്. ദെൻ ഗൈസ് അവിടെ കാണുന്നതാണ് ഹീറ്റർ. ഇതൊരു സൈഡിലെ വ്യൂ ആണ്. പിന്നെ ഇവിടെ ഓവൻസ് ഉണ്ട്, പിന്നെ സിങ്ക് ഉണ്ട്. എല്ലാ ഫ്ലോറിലും ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. എല്ലാ സ്റ്റുഡൻസിന് വേണ്ടി ഒരു ഫ്രിഡ്ജ് അലോ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും യൂസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാവാണ്. നമ്മൾ അത്യാവശ്യം എല്ലാം കാണിച്ചിട്ടുണ്ട്. സമയപരിധി ഉണ്ടായിട്ട് കുറേയൊക്കെ കാണിക്കാൻ പറ്റിയിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് കുറേയൊക്കെ കാണിച്ചിട്ടുണ്ട്. വിന്റർ നമ്മുടെ ഹോളിഡേ ഉണ്ട്, ചിലതൊക്കെ ഒന്ന് ക്ലോസ് ആണ്. അതുകൊണ്ട് നമുക്കെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല, സ്റ്റാഫുകൾ കുറവാണ്. സോ ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്, മെയിൻ ക്യാമ്പസ് ഉൾപ്പെടെ വരുന്നതാണ്. സോ അതുവരേക്കും ബൈ.